നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായ ത്രിദിന മത്സരം ഇന്നിപ്പോൾ കൊളംബോയിൽ നടക്കുകയാണല്ലോ. ഇന്ത്യൻ ടീമിനായിട്ട് ടോസ് ഇടാനൊക്കെ വന്നത് KL രാഹുലാണ്. ശുഭൻ ഗില്ല് ഫീൽഡിലില്ല. എന്താണ് സംഭവം? ഗില്ലിന് പരിക്കുണ്ടോ? ആദ്യ ടെസ്റ്റിന് മുമ്പ് ഫിറ്റ് ആവില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ തന്നെ നമുക്കറിയാമായിരുന്നു ട്രെയിനിങ്ങിനിടയ്ക്ക് അദ്ദേഹത്തിന് കൈവിരലിന് ചെറുതായിട്ടൊന്ന് പരിക്കേറ്റു. പക്ഷേ അദ്ദേഹം അത് ഷ്രഗ് ഓഫ് ചെയ്ത് പ്രാക്ടീസ് തുടർന്നിരുന്നു. ഇന്നിപ്പോൾ അതേ കാരണം കൊണ്ടാണ് അദ്ദേഹം ഡേ 1 ഫീൽഡിലേക്ക് ഇറങ്ങാത്തത്. ഒരു പക്ഷേ നാളെ മുതൽ അദ്ദേഹം ഈ മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുമെന്ന തരത്തിലാണിപ്പോൾ BCCI ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി തന്നിരിക്കുന്നത്. BCCIയുടെ അപ്ഡേറ്റ് ഇങ്ങനെയാണ്: ശുഭൻ ഗില്ല് സസ്റ്റൈൻഡ് ആൻ ഇമ്പാക്റ്റ് ഇഞ്ചുറി ടു ഹിസ് റൈറ്റ് റിംഗ് ഫിംഗർ ഡ്യൂറിങ് ഇന്ത്യാസ് പ്രാക്ടീസ് ഓൺ തേഴ്സ്ഡേ. അപ്പോൾ ഇന്നലെ സംഭവിച്ച കാര്യം തന്നെയാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വലത് കൈയിലെ റിംഗ് ഫിംഗറിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഇഞ്ചുറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷണറി മെഷർ എന്ന രൂപത്തിലാണ് അദ്ദേഹം വാമപ്പ് മാച്ചിൻ്റെ 1-ാം ദിവസം കളിക്കളത്തിലേക്ക് ഇറങ്ങാത്തത്. ദി BCCI മെഡിക്കൽ ടീം ഈസ് മോണിറ്ററിങ് ഹിസ് പ്രോഗ്രസ്. അപ്പം ഇന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റിക്കവറി കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ടാണ് നാളെ അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യത. ഏതായാലും ഇന്ന് അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഇന്നിനി ബാക്കി സമയത്ത് അദ്ദേഹം വരികയുമില്ല എന്ന് വളരെ കൃത്യമാണ്. KL രാഹുലാണ് ടീം ഇന്ത്യയെ ഗില്ലിൻ്റെ ആബ്സെൻസിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ആദ്യ ദിവസത്തെ കളി ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പക്ഷേ 2-ാം സെഷൻ ആരംഭിച്ചേക്കാം. ശ്രീലങ്ക ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ ലഞ്ചിൻ്റെ സമയത്ത് ശ്രീലങ്ക 11, ഇത് ശ്രീലങ്കയുടെ ടെസ്റ്റ് ടീമല്ല, ശ്രീലങ്ക 11 ആണ്. അവർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസാണ് അടിച്ചിരിക്കുന്നത്. 29 ഓവറിലാണ് ഇത്രയും സ്കോർ ചെയ്തിരിക്കുന്നത്. മികച്ച രൂപത്തിൽ തന്നെയാണ് അവർ ബാറ്റ് ചെയ്തത്. അവർക്ക് നഷ്ടമായ വിക്കറ്റ് നിഷാൻ മധുഷ്കയുടേതാണ്. അത് റണ്ണൗട്ടായിരുന്നു. അദ്ദേഹം പക്ഷേ മനോഹരമായിട്ട് കളിച്ചിരുന്നു. 65 പന്തിൽ നിന്ന് 11 ഫോറും ഒരു 6 അടക്കം 66 റൺസ് അടിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ഇപ്പോൾ ക്രീസിലുള്ളത് രവീന്ദു രസാന്ത 82 പന്തിൽ നിന്ന് 50 റൺസുമായിട്ട് ക്രീസിലുണ്ട്. ഒപ്പം തന്നെ പസിന്ദു സൂര്യബന്ധാര 27 പന്തിൽ നിന്ന് 16 റൺസുമായിട്ടും പുറത്താകാതെ നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, മനോജ് സുഥാർ എന്നിവരൊക്കെ 5 വീതം ഓവറുകൾ എറിഞ്ഞു. ഗുർനൂർ ബ്രാർ 4 ഓവറുകൾ എറിഞ്ഞു. എല്ലാവരും വിക്കറ്റ് ലെസ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.